നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇരുമുടി കെട്ടുമേന്തി അയ്യനെ കാണാൻ പോകുന്നത് എല്ലാവരുടെയും ഒരാഗ്രഹം തന്നെയാണ്. വ്രതമനുഷ്ഠിച്ച് 41 ദിവസം അയ്യനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ശബരിമല ശാസ്താവിനെ കാണാൻ പോകുന്നത് ഒരു പുണ്യയാത്ര തന്നെയാണ്. ശബരിമല ദർശനത്തിന് ഇതാ ആദ്യമായി രാഷ്ട്രപതി എത്തുകയാണ്. ശബരിമല ദർശനത്തിനെത്തുന്ന ആദ്യ രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു പമ്പയിൽ നിന്ന് ഇരുമുടി കെട്ടുമേന്തി നടന്നു തന്നെ മല കയറുമെന്ന സൂചന പുറത്തുവരികയാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചുവെങ്കിലും സന്നിധാനത്ത് ഹെലിപ്പാഡ് നിർമ്മിച്ച് നേരിട്ടിറങ്ങാൻ സുരക്ഷാ വിഭാഗം പദ്ധതിയിടുകയും എതിർപ്പ് കാരണം പിന്മാറുകയുമാണ് ചെയ്തിരുന്നത്. 66 വയസ്സ് പിന്നിട്ട രാഷ്ട്രപതി ദ്രൗപദി മുർമു കുമരകത്ത് നിന്ന് നിലയ്ക്കലാണ് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നത്. കാറിൽ പമ്പയിൽ എത്തിയാവും ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നത്. സന്നിധാനത്ത് ദേവസ്വം ഗസ്റ്റ് ഹൌസിലോ ശബരിമല ഗസ്റ്റ് ഹൌസിലോ ആയിരിക്കും താമസം. ദർശനം നടത്തുന്ന സമയം വ്യക്തമാക്കിയിട്ടില്ല. 18-നും 19-നും രാഷ്ട്രപതി ശബരിമലയിൽ ഉണ്ടാകുമെന്നാണ് ജില്ലാ കളക്ടർക്കും പോലീസിനും രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. ഇടവമാസ പൂജയ്ക്ക് ഈ മാസം 14-ന് വൈകിട്ടാണ് നട തുറക്കുന്നത്. 19-ന് രാത്രി 10-ന് അടയ്ക്കും. മറ്റ് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ട് കുറയ്ക്കാനാണ് അവസാനത്തെ 2 ദിവസം തിരഞ്ഞെടുത്തത്. ഈ 2 ദിവസവും തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ അനുവദിക്കുന്നതിൽ നിയന്ത്രണം ഉണ്ടാവും. മറ്റ് ദിവസങ്ങളിൽ യാതൊരു തടസ്സവും തന്നെ ഉണ്ടാവില്ല. നീലിമല, അപ്പാച്ചിമേട് വഴിയുള്ള പരമ്പരാഗത പാതയും സ്വാമി അയ്യപ്പൻ റോഡും കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ പരിശോധിച്ചു. ഡോളി, എമർജൻസി വാൻ അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. മല കയറുന്നത് ഏതു പാതയിലൂടെ എന്ന് പിന്നീട് വെളിപ്പെടുത്തു. തീർത്ഥാടന കാലത്തേതുപോലെ വിവിധ പോയിന്റുകളിൽ ഓക്സിജൻ, അതുപോലെ തന്നെ കാർഡിയാക് സംവിധാനങ്ങളുള്ള എമർജൻസി മെഡിക്കൽ റൂമുകളും വിശ്രമ കേന്ദ്രങ്ങളും സജ്ജമാക്കും. ജില്ലാ മെഡിക്കൽ ഓഫീസർ അടങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ഉച്ചയ്ക്ക് 12-ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ നടക്കും. പോലീസ്, ദേവസ്വം ഉദ്യോഗസ്ഥരുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. തയ്യാറെടുപ്പ് നടത്താൻ രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ചു നൽകിയിട്ടുണ്ട്. ഇന്ന് ആരോഗ്യ ദേവസ്വം വകുപ്പുകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതേസമയം സർക്കാർ ഗവർണർ ബന്ധത്തിൽ നിർണായകമായേക്കാവുന്ന 2 സർവകലാശാല നിയമ ഭേദഗതി അടക്കം 3 ബില്ലുകൾ രാജ്ഭവനിൽ എത്തിച്ചു. സർവകലാശാലകളിൽ പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുന്നതിനുള്ളതാണ് ബില്ലുകൾ. യൂണിവേഴ്സിറ്റികളിലെ ഏത് ഫയലുകളും മന്ത്രിക്ക് വിളിച്ചു വരുത്തി പരിശോധിക്കാനും നിയമങ്ങളിലടക്കം ഇടപെടാനുമുള്ള ഭേദഗതിയാണ് ബില്ലുകളിൽ ഉള്ളത്. വൈസ് ചാൻസലറുടെ ചുമതലകൾ ഗണ്യമായി കുറയ്ക്കുന്നുമുണ്ട്. സർക്കാരിന് മേൽ അനുമതികളിലുള്ള ഗവർണർ ഈ 2 ബില്ലുകളിൽ ഒപ്പിടുമോ എന്നത് നിർണായകമാണ്. 2 ബില്ലുകൾ നിയമമായാൽ സർവകലാശാലയുടെ സ്വയംഭരണം ഇല്ലാതെയാവുമെന്നും അക്കാഡമിക് ഭരണപരമായ അധികാരങ്ങൾ സർക്കാരിനാവുമെന്നും നിരവധി പരാതികൾ ഗവർണർക്ക് ലഭിച്ചിട്ടുണ്ട്. ബില്ലുകളിൽ 3 മാസത്തിനകം ഗവർണർ തീരുമാനമെടുക്കാനാണ് സുപ്രീം കോടതി ഉത്തരവ് ഇട്ടിട്ടുള്ളത്. ബില്ലുകൾക്ക് അനുമതി നൽകുക, അനുമതി നിഷേധിക്കുക, രാഷ്ട്രപതിക്ക് അയക്കുക എന്നീ 3 നടപടികൾ ഗവർണർക്ക് സ്വീകരിക്കാം. അംഗീകാരം നൽകുന്നില്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ അക്കാര്യം സൂചിപ്പിക്കുന്ന സന്ദേശത്തോടുകൂടി അയച്ചേക്കാമെന്നാണ് വ്യക്തമാകുന്നത്. ആ ബില്ലുകൾ വീണ്ടും നിയമസഭ അതേപടി പാസാക്കിയാൽ അംഗീകരിക്കാൻ ഗവർണർ ബാധ്യസ്ഥനാണ്. അത് രാഷ്ട്രപതിക്ക് അയക്കാനും കഴിയില്ല. 1 മാസത്തിനകം അംഗീകാരം നൽകണം. അതിനാൽ കരുതലോടുകൂടിയാവാം ഗവർണറുടെ നീക്കങ്ങൾ. അതേസമയം സ്വകാര്യ സർവകലാശാല ബില്ല് നിയമപരിശോധനയ്ക്ക് ശേഷം ഗവർണർ ഒപ്പിടാൻ ഇടയുണ്ട്. അതോടെ വരുന്ന അധ്യയന വർഷം കേരളത്തിൽ ഈ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാൻ കഴിയും. സാധ്യത രാഷ്ട്രപതിക്ക് അയക്കാനാണ്. 1 ചാൻസലറായ തന്റെ അധികാരം കുറയ്ക്കുന്നതടക്കം വ്യവസ്ഥകൾ ഉള്ളതിനാൽ രാഷ്ട്രപതിക്ക് അയക്കാനാണ് സാധ്യത. 2 ബില്ലുകളിൽ രാഷ്ട്രപതി 3 മാസത്തിനകം തീരുമാനമെടുക്കുമെന്ന് സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. 2 രാഷ്ട്രപതിയുടെ തീരുമാനം വൈകിയാൽ അതിനുള്ള കാരണം രേഖാമൂലം സംസ്ഥാന സർക്കാരിനെ അറിയിക്കണമെന്നാണ് ഉത്തരവ്. 4 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചതിന് കാരണം പറയാതെ അനുമതി നിഷേധിച്ചതിനുള്ള കേരളത്തിന്റെ കേസുകൾ വിധി വരാനിരിക്കുകയാണ്. അധികാരമാറ്റം ചിലയിടത്ത് മാത്രമാണുള്ളത്. മുഖ്യമന്ത്രി പ്രോ ചാൻസലറായ, ഡിജിറ്റൽ വകുപ്പ് മന്ത്രിമാർ പ്രോ ചാൻസലർമാരായ ഫിഷറീസ്, വെറ്റിനറി, നിയമ, ആരോഗ്യം, അതുപോലെ തന്നെ കാർഷിക സർവകലാശാലകൾ ഭേദഗതി ബാധകമല്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ യൂണിവേഴ്സിറ്റികളിലേക്ക് മാത്രമാണ് ഭേദഗതി ഉള്ളത്. ചാൻസലറുടെ അഭാവത്തിൽ വിസിക്കുള്ള അധികാരം മന്ത്രിക്കാണ് ഉണ്ടാകുന്നത്. അതിലും ഭേദഗതി ഉണ്ടാകും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഗവർണറും
അതുപോലെ തന്നെ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട 2 വാർത്തകൾ ക്രോഡീകരിക്കുകയായിരുന്നു ഇവിടെ. എന്തായാലും ആദ്യം വായിച്ച വാർത്ത, അതായത് രാഷ്ട്രപതി ശബരിമലയിൽ എത്തുന്നു എന്ന വാർത്ത നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രപതി ശബരിമലയിലേക്ക് എത്തുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ ഒരു യോഗം, പഞ്ചനക്ഷത്ര യോഗം, അത് ശബരിമലയിൽ സന്നിധാനത്ത് ഉണ്ടാകുമെന്നൊരു വാർത്ത വന്നിരുന്നു. കാരണം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റാനുള്ള നീക്കമാണ്. അതിന് കൃത്യമായ പ്രതിഷേധവും ഒക്കെ തന്നെ ഉണ്ടാകും. ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുന്നതിൽ, അതായത് ഈ റോപ്പ് വഴി ശബരിമലയിലേക്ക് എത്താനുള്ള റോപ്പ് ടൂറിസം അടക്കമുള്ളവ എത്തിക്കാനുള്ള നീക്കത്തിലാണ് മുഖ്യമന്ത്രി ശബരിമലയിലേക്ക് എത്തുക എന്നൊരു വാർത്തയുണ്ടായിരുന്നു. എന്തായാലും ആ വാർത്തയ്ക്ക് പിന്നാലെയാണ് രാഷ്ട്രപതി നേരിട്ട് ശബരിമലയിലേക്ക് എത്തുന്നു എന്ന വാർത്ത കൂടി വരുന്നത്. ഇപ്പോൾ രാവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ വിളിച്ചിരുന്നു. ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേണ്ട ക്രമീകരണങ്ങൾ ശബരിമലയിൽ ഞങ്ങൾ ഒരുക്കും. ഇപ്രാവശ്യത്തെ മാസപൂജയ്ക്ക് 17 വരെ ഞങ്ങൾ വെർച്വൽ ക്യൂ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. 18, 19 ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 17 വരെ ഭക്തജനങ്ങൾക്ക് ദർശനം ഒരുക്കാൻ സാധിക്കുകയുള്ളൂ. അതെല്ലാം നമ്മൾ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും കൂടി ആലോചിച്ച് അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഉണ്ടാവും. എന്തായാലും ശബരിമലയിലേക്ക് പ്രസിഡന്റ് എത്തുമ്പോൾ ഒരു ദേശീയ ശ്രദ്ധ കിട്ടും.